ദൈവത്തിരുനാമത്തിന്റെ മഹത്വം. താങ്ക് യു വെരി മച്ച്. ദൈവരാജ്യമാകും സ്വർഗസിയോനെന്ന വാഗ്ദത്ത ദേശത്തിൻ വചനപ്പൊരുളുമായി ദൈവരാജ്യമാകും സ്വർഗസിയോനെന്ന വാഗ്ദത്ത ദേശത്തിൻ വചനപ്പൊരുളുമായി ഇരുട്ടിലായവർക്കു വെളിച്ചമായി വന്നു എന്നെയും നാഥൻ വീണ്ടെടുത്തു. ഇരുട്ടിലായവർക്കു വെളിച്ചമായി വന്നു എന്നെയും നാഥൻ വീണ്ടെടുത്തു. സ്തോത്രമല്ലാതൊന്നും ചൊല്ലാനില്ലപ്പനേ, സ്തോത്രത്തോടെന്നും ഞാൻ വാഴ്ത്തിപ്പാടും. സ്തോത്രമല്ലാതൊന്നും ചൊല്ലാനില്ലപ്പനേ, സ്തോത്രത്തോടെന്നും ഞാൻ വാഴ്ത്തിപ്പാടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. ചതഞ്ഞതും പുകഞ്ഞു കിടന്നതുമായ നമ്മളെ ഓരോരുത്തരെയും സ്വർഗസ്ഥ പിതാവായ ദൈവം മുന്നമേ കണ്ടിട്ട് തന്റെ ഏകപുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ച് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരയാഗമായി കാൽവരി ക്രൂശിൽ യാഗമായ യേശു കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഈ സമയത്ത് വന്ദനം ചൊല്ലുന്നു. ഒരു 2 ആഴ്ചക്കാലമായിട്ട് എൻ്റെ മനസ്സിനെ മഥിക്കുന്ന ഒരു വിഷയമാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അതായത് പരീശന്മാർ യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു? അപ്പൊ ഇവർ മറുപടി പറയുന്നു, ഉപേക്ഷാപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു എന്ന്. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഭാഗം എന്നെ വല്ലാതെ മഥിച്ചത് എന്ന് ഞാൻ പിന്നെയും ദൈവത്തോട് ചോദിച്ചത്. എന്താണ് ഇതിൻ്റെ കാരണം ഞങ്ങളുടെ ഈ പ്രെയർ ലൈനിൽ എല്ലാവരും നല്ല ഒന്നാന്തരമായി കുടുംബജീവിതം നയിക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരുമനപ്പെട്ട് കഴിയുന്നു, അവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്തിനാണ് ഈ സമയത്ത് ഞാൻ ഇത് പറയുന്നത്? അങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 22:24, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യനായ ആദം എല്ലാ ജീവജാലങ്ങൾക്കും, ജോഡികളായി വന്ന ജീവജാലങ്ങൾക്കെല്ലാം പേരിടുകയാണ്. അതിൽ ഒന്നിൽ പോലും തനിക്കൊരു തുണയെ കിട്ടുന്നില്ല. തനിക്ക് പറ്റിയൊന്നും അവിടെ ഇല്ല. മനുഷ്യന് ദൈവം മൃഗത്തിൽ നിന്നോ പക്ഷിയിൽ നിന്നോ ഒന്നുമല്ല എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ദൈവം തന്നെ തീരുമാനിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ കൊടുക്കുമെന്ന്. അങ്ങനെയാണ് വാര്യലിൽ നിന്ന് ഈ നാരിയെ ഹൗവയെ സൃഷ്ടിക്കുന്നത്. എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഞാൻ കത്തോലിക്ക സഭയിൽ ഇരുന്ന കാലത്ത് ഒരു ദേഹമായി തീരും എന്നുള്ളതിനെ കുറിച്ച് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല.
അപ്പൊ ഞാൻ അതിനെ പിന്നെയും ചിന്തിച്ചു, ദേഹം, ദേഹി, ആത്മാവ്. മനുഷ്യന് ഉള്ള 3 ഘടകങ്ങളാണ്. ദേഹമായി തീരും എന്നാ പറഞ്ഞിരിക്കുന്നത്, ദേഹിയായിരുന്നോ ആത്മാവായിട്ടോ ഒന്നും അല്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിന് ഓരോ അവയവത്തിനും ജോഡിയുണ്ട്. വലത്തെ കൈക്ക് ഇടത്തെ കൈ ജോഡിയുണ്ട്. വലത്തെ കൈയിലെ 5 വിരലുകൾക്ക് ഇടത്തെ കൈയിലെ 5 വിരൽ ജോഡിയുണ്ട്. ഈ 2 ജോഡിയും കൂടെ ചേർന്ന് ബലത്തിൽ പിടിക്കുമ്പോഴാണ് ഉറപ്പുള്ളത്. കണ്ണിനുണ്ട് ജോഡി, കാതിനുണ്ട്, ഓരോ അവയവത്തിനുണ്ട്. ജോഡിയില്ലാത്ത ഹൃദയത്തിന് ജോഡിയില്ല, മനസ്സിന് ജോഡിയില്ല, ബ്രെയിനിന് ജോഡിയില്ല, ഒക്കെ എല്ലാത്തിനും ജോഡി. അപ്പോൾ ഈ പുരുഷൻ ഒറ്റ, ഇപ്പൊ ഹിന്ദുക്കളുടെ ഇതിനകത്ത് അത് ഇവിടെ പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാനത് പഠിപ്പിച്ച വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവർക്ക് അർദ്ധനാരീശ്വരൻ എന്നും പറഞ്ഞു സങ്കല്പമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ വിശ്വാസത്തിലൊക്കെ വരുന്ന രൂപമൊക്കെ കേട്ടിട്ടുള്ളതാ. മാത്രമല്ല സയൻസിൽ പറയുന്നുണ്ട് ഓരോ വ്യക്തിയും അനിമസും അനിമയും കൂടെ ചേരുന്നതാണെന്ന്. അനിമ, അനിമസ് എന്ന 2 ഘടകം ചേരുന്നതാണ് ഓരോ വ്യക്തിയും എന്ന്. അനിമ എന്ന് പറയുന്നത് പുരുഷത്വം, അനിമസ് എന്ന് പറയുന്നത് സ്ത്രീത്വം. 50-50 ആണെന്ന്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു ദേഹമാകുന്നു എന്ന് പറയുമ്പോൾ പുരുഷന് ദൈവം കൊടുത്ത തുണയാണ് സ്ത്രീ. സ്ത്രീക്ക് കൊടുത്തത് പുരുഷനെയും തുണയായിട്ടാണ്. ദേഹിയും ആത്മാവും അവിടെ മാറി നിൽക്കുകയാണ്, അത് വേറെയാണ്. പിന്നെ ഞാൻ ധ്യാനിച്ചു പോയപ്പോൾ പിന്നെ നമ്മൾ വായിച്ചു വരുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇവർ ഒരാൾ കല്യാണം കഴിച്ചു, ഒരു ഭാര്യ ഉണ്ടായി. ആ ഭാര്യയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന്റെ അനുജൻ അവരെ വിവാഹം കഴിച്ചു. പിന്നെ അടുത്ത ആൾ വന്നു കഴിഞ്ഞു ചോദിക്കുന്നു, അവസാനത്തെ ആളും മരിച്ചു കഴിഞ്ഞാൽ ഇവർ പുനരുത്ഥാന സമയത്ത് ആരുടെ ഭാര്യയായിരിക്കുന്നു? അപ്പൊ ദൈവം പറയുന്നുണ്ട്, അവിടെ ഭാര്യയുമില്ല, ഭർത്താവും ഇല്ല, അവിടെ അവർ ആത്മാവാണ്, ഭൂതനാണ്. അവിടെ പുനരുത്ഥാനത്തിന് അവിടെ കല്യാണവും കഴിപ്പിക്കുന്നില്ല, അങ്ങനെ ഇല്ലെന്നേ. ഇതെല്ലാം നമ്മളെ ആലോചിക്കുവാൻ കാരണമാകുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു താങ്ങും തണലുമാണ്. അത് ജോഡിയാണത്. ഭാര്യയ്ക്ക് ഭർത്താവ് താങ്ങ്, ഭർത്താവിന് ഭാര്യ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും ഒരാൾ വീക്കാകുമ്പോൾ അടുത്ത ആൾ താങ്ങായിട്ട് കൂടെ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ തലമുറകൾക്ക് ഇത് അറിയാമോ? ഇന്നത്തെ തലമുറകൾ ഇത് ഗ്രഹിക്കുന്നുണ്ടോ? അവരെത്രമാത്രം ഇത് ഗ്രഹിക്കുന്നു? എനിക്ക് ഈ അടുത്തിടെ ഞങ്ങൾക്കൊരു കല്യാണത്തിന്റെ ഉറപ്പിക്കൽ ഇവിടെ നടന്നു. ഞാനത് കണ്ടപ്പോൾ അന്തം വിട്ടു. പണ്ട് കല്യാണത്തിന് ഉറപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 1-2 പേര് ചെറുക്കന്റെ വീട്ടിലോട്ട് ചെല്ലും, അവിടെ ചെന്ന് വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്ന് കല്യാണം ഉറപ്പിച്ച് പോയി. ഇപ്പൊ അങ്ങനെയല്ല, കോടികൾ മുടക്കിയാണ് ഉറപ്പിക്കല്. പെണ്ണ് കാണാൻ വരുന്നത് തന്നെ ഒരു ആഡംബരമാണ്. അത് കഴിഞ്ഞ് ഉറപ്പിക്കൽ ഒരു ആഡംബരം, അത് കല്യാണം കഴിഞ്ഞ ഒരു ആഡംബരം. പിന്നെ അതിന്റെ അതെല്ലാം കൂടെ കഴിഞ്ഞു ഒരു 3-4 കോടി രൂപ മുടക്കി കഴിഞ്ഞു. 2 ആഴ്ച അല്ല 1 മാസമൊക്കെ കഴിയുമ്പോൾ അവർ പറയേ എനിക്ക് പറ്റത്തില്ല. ഈ ഒരു കാലഘട്ടത്തിന്റെ ആ വിഷമം, ആ പരിജ്ഞാനമില്ലായ്മ എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? കാര്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്ന ഇതാണ്, കുഞ്ഞുങ്ങളെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ തടയുന്നുണ്ട്. അപ്പൊ തടയുമ്പോൾ കർത്താവ് തന്നെ അവരോട് പറയുകയാണ്, അവർ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ അയക്കുവീൻ എന്ന്. നമ്മളെല്ലാം വായിച്ചിട്ടുള്ള ഭാഗമാണത്. അതായത് 13-ാം വാക്യം, ഈ 10-ാം അധ്യായത്തിൽ തന്നെ 13-ാം വാക്യത്തിൽ, അവൻ തുടയേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് ചിലരോ അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ അല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ദേവദാസൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സമയത്ത് വളർത്തുക, ചിട്ടയോടെ വളർത്തുക, ശാസിക്കേണ്ടപ്പോൾ ശാസിക്കുക, നിയന്ത്രിക്കേണ്ടപ്പോൾ നിയന്ത്രിക്കുക. ദൈവവചനത്തിലും അത് പറയുന്നുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴി നടത്തുക. വടിയെടുത്ത് അടിച്ചു എന്ന് വെച്ചാരും ചത്തുപോത്തില്ല.
അപ്പൊ ഇത് നമ്മൾ ദൈവവചനത്തിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് നമ്മുടെ വിവാഹ ജീവിതം, കുടുംബ ജീവിതം താളം തെറ്റിപ്പോയത്? അത് ആലോചിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഈ സമയത്ത് പറയുവാൻ ഉള്ളത്, വിശ്വാസവും പ്രാർത്ഥനയും സ്നേഹവും ഐക്യവും എവിടെയോ നഷ്ടപ്പെട്ടു പോയി, ചോർന്നു പോയിരിക്കുന്നു. വിശ്വാസത്തിലൊക്കെ വരുന്ന നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നവളാണ് ഞാൻ. ആ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന് എനിക്കറിയാം അപ്പനും അമ്മയും ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്. അപ്പൻ പാടത്തോട്ട് പോകുമ്പം അമ്മ വീട്ടിൽ ഇരുന്ന് ചക്ക വെട്ടിപ്പൊളിച്ച് അല്ലെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് കുഞ്ഞുമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി. അവർക്ക് സ്വന്തമായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല. അവരെല്ലാം ഈ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുത്തിരുന്നത്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ഒരു ഭവനത്തിൽ 5 ആമക്കൾ മാത്രമുള്ള ഒരു വീട്. ആ അപ്പച്ചനാണെങ്കിൽ കള്ളു കുടിച്ച് തലയും കുത്തി വരുന്നൊരു അപ്പച്ചൻ. ആ അമ്മച്ചിയാണെങ്കിൽ രാത്രിയാകുമ്പോൾ ഈ 5 ആമക്കളും ചേർത്ത് പിടിച്ച് കപ്പയുടെ തോട്ടത്തിന്റെ ഇടയിൽ പോയി പാത്തിരിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവര് ഓർത്തഡോക്സുകാരാ. ആ കപ്പയുടെ ഇടയിൽ നിന്നാണ് ഈ പാട്ടും പ്രാർത്ഥനയും കേൾക്കുന്നത്. അങ്ങനെയുള്ള ആ കുടുംബത്തിന്റെ ഐശ്വര്യവും ആ മാതാപിതാക്കളുടെ ഐക്യവും ഒക്കെ ഇന്ന് ഇല്ല. ഈ ഒരു ദേഹമാകുന്നു എന്ന് പറയുമ്പോൾ അവർ രണ്ടല്ലാതായി മാറി. അവിടെ ജോഡിയാകുന്നു. ഈ ജോഡി ഉണ്ടെങ്കിലേ നമ്മൾക്ക് ജീവിതത്തിൽ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല അത് ഞാനാണ് വലുത്, അല്ലെ അവളാണ് വലുത് എന്നുള്ളതല്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തന്ന ജീവിതം, ദൈവം പഠിപ്പിച്ചു തന്ന ഒന്നാണിത്. ഇന്ന് നമ്മൾ ഈ ചെയിനിലുള്ളവർക്ക് ആർക്കും ഇത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചുറ്റിനും കാണുന്നത് വലിയൊരു പ്രശ്നമാണ്. പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും. ഇന്നിപ്പോ നമ്മുടെ ദേവദാസൻ പറഞ്ഞല്ലോ, ഒരു പട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞു. ആ പട്ടാളത്തെ പോലെ തന്നെ ഒരു പട്ടിക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചോദ്യം ഇതായിരുന്നു, മനസ്സിൽ വന്നൊരു ചിന്ത. ആ പട്ടിക്ക് ആരെങ്കിലും കറപ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുവോ? ആ പട്ടിക്ക് കൊടുക്കുന്ന ഫുഡിൽ പോലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ശ്രദ്ധിക്കും. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് തരുന്ന ഫുഡ് എത്രമാത്രം മാലിന്യമുള്ളതാണ് നമ്മൾ തിരയുന്നുണ്ടോ, തിരക്കുന്നുണ്ടോ? അവർ പഠിക്കുന്ന വിഷയങ്ങൾ, അവർ പോകുന്ന വഴികൾ, അവർ കൈകാര്യം ചെയ്യുന്ന മെത്തേഡുകൾ, അവരെ നോക്കുന്നത്, കാണുന്നത്. അപ്പൊ പറയും നമുക്ക് അവരെ നിയന്ത്രിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേന്ന്. പക്ഷെ പ്രായം ഏതുവരെ? 12 വയസ്സ് വരെ നമുക്ക് അവരെ നിയന്ത്രിക്കാനുള്ള പ്രായമാണിത്. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ, ചൈൽഡ് സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ആയാൽ ആ ഗർഭസ്ഥ ശിശുവിനെ അവിടെ മുതൽ ശകാരിച്ചു തുടങ്ങണം, നിയന്ത്രിച്ചു തുടങ്ങണം, സ്നേഹിച്ചു തുടങ്ങണം, പറഞ്ഞു തുടങ്ങണം എന്നൊക്കെ. അപ്പൊ എവിടെയാണ് നമുക്ക് പറ്റിയത്? നമ്മൾ എങ്ങനെയെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ ഒരു വശത്തു, പഠിപ്പിക്കൽ ഒരു വശത്തു, മറ്റേത് പറയും മറിച്ചത്. എല്ലാവരോടും ചോദിച്ചാൽ എന്താകാൻ ആഗ്രഹം? ആരെങ്കിലും പറയുന്നുണ്ടോ എനിക്കൊരു ദൈവ പൈതലാകണമെന്ന്? എന്റെ കുഞ്ഞിനെ ദൈവ പൈതലാക്കി വളർത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്. കാര്യം ഞാനിത് നമ്മുടെ കൂട്ടത്തിൽ ആരെയും അല്ല പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ് പറയുന്നത്. വളരെ ഗൗരവമാണ്. ഒന്നാം സ്നേഹശൂന്യ. നമ്മൾ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം വായിക്കുക, അവിടെ കൊറിന്ത്യർക്കുള്ള ലേഖനം വായിക്കുക. ആ ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണമെന്ന് വായിക്കുക. ഞാൻ ബീഹാറിൽ ഒരു ക്ലാസ് എടുത്ത സന്ദർഭത്തിൽ ഞാൻ വെഡിങ്ങിനെ കുറിച്ചൊന്ന് പറയാൻ എനിക്കൊരു അവസരം വന്നു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളാരും ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട, ഞാനങ്ങ് പറഞ്ഞതേ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു അത് അവിടെ ഒരു കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണും ചെറുക്കനോട് ഉണ്ടായപ്പോൾ അവര് പറഞ്ഞ വിവാഹത്തെ കുറിച്ച് ടീച്ചറിന് എന്താ പറയാനുള്ളത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെഡിങ് ഈസ് ഈക്വൽ ടു വെൽഡിങ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെഡിങ്ങിന്റെ സ്പെല്ലിങ് എടുക്കാൻ പറഞ്ഞു. WEV 2 DD then ING 3 അതിനെ മുറിക്കാൻ പറഞ്ഞു. ING എന്ന് പറഞ്ഞാൽ ഗോയിങ് ഓൺ, വി ആർ മാരേജ്, വി ആർ ഗോയിങ് ഓൺ. ഓക്കെ. ഞാൻ കുറച്ച് കഴിയുമ്പം
ഈ ഡ ഡി എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുരുഷന്മാരോട് പറയുന്ന ഒരു സ്ത്രീ ബലഹീന പാത്രങ്ങളായതിനാൽ അവളോട് ദയുള്ളവനാവുക, അവൾക്കൊരു പ്രാർത്ഥിക്കുക. സ്ത്രീയോടും പറയുന്നുണ്ട് പുരുഷൻ തലയായതിനാൽ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ പറയും വെഡിങ്ങിന്റെ ഒന്ന് ആലോചിക്കാൻ പറ്റും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളെ അനുഗ്രഹിച്ച് വിട്ടു. കല്യാണത്തിൻ്റെ അന്ന് അനുഗ്രഹിച്ച് ആകാശ നക്ഷത്രം പോലെയും കടൽപ്പുറത്തെ മണൽ തരികൾ പോലെയും നിങ്ങൾക്ക് മക്കളുണ്ടാകട്ടെ എന്ന് കത്തോലിക്ക സഭയിൽ ഇരുന്ന കാലത്ത് ഞങ്ങൾ അച്ഛന്മാരെ അനുഗ്രഹിച്ചത്. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഒന്നാമതൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ശീലങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. പുരുഷന്റെയും ശീലം കുറയും, സ്ത്രീയുടെയും ശീലം കുറയും. അതുവരെ കൂർക്കം വലിച്ച് ഉറങ്ങിക്കിടന്ന ചെറുക്കൻ്റെ ഉറക്കത്തിൽ കുറവ് വരും. പെണ്ണാണെങ്കിൽ കട്ടയ്ക്ക് അനങ്ങാതിരുന്നവർ അവരും അനങ്ങാതിരുന്നു. അങ്ങനെ വെഡിങ്ങിന്റെ ഒരു ഡി അങ്ങോട്ട് എല്ലായി മാറി, അങ്ങനെ വെൽഡിങ് ആയി മാറും. അതാണ് കുടുംബജീവിതം. ആ കുഞ്ഞു വന്നതോടുകൂടി നമ്മളിലെ ആ ജഗട സ്വഭാവം കൊട്ടുന്നത്, ആ മസിൽ പിടിച്ച സ്വഭാവം കൊണ്ട് മാറിയിട്ട് അയവ് വരാൻ തുടങ്ങും. ചേച്ചി വെൽഡിങ് എങ്ങനെ രണ്ടും സാധനം എടുത്ത് അതിനെ നമ്മൾ ഉരുക്കി ചേർക്കുമ്പോൾ അത് പിന്നെ ഭിന്നിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിലാകുന്നില്ല. അതുപോലെയാണ് കുടുംബജീവിതം. ഞാനിവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കുക, ഈ ആന്റി ഇതിനെ ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്ന്. ഇന്ന് നമ്മുടെ ചുറ്റിനും ഈ വെൽഡിങ് ഇല്ല, വെഡിങ്ങേ ഉള്ളൂ. ആ ഇടി മൂലം അവര് ഭിന്നിച്ചു പൊട്ടിത്തെറിച്ചു കൊടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഉള്ളത് വിശ്വാസഗോളത്തിലാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലെ മ്യൂച്വൽ കൺസെന്റോ ഒക്കെ ചോദിക്കും, എന്തായി മ്യൂച്വൽ, ഓക്കെ, നമുക്കൊരു ഭയമില്ല. ഇനിയിപ്പോ ജീവിച്ചാലോ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി നാക്കിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കത്തിക്കുന്നത്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്, മൂർച്ചയേറിയ നാവ്. പലപ്പോഴും കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മൂർച്ചയേറിയ നാവാണ്. ആ നാവ് കാട്ടുതീ പോലെ കത്തിക്കുമ്പോൾ എത്ര കുടുംബജീവിതം തകർന്നു പോകും. എത്ര കുഞ്ഞുമക്കൾ ഭയന്നിട്ട് കട്ടിക്കീഴ് പാത്തിരിക്കുന്നു. എത്ര കുഞ്ഞുമക്കൾ അപ്പനെയും അമ്മയെ ദൂരെ നിന്ന് കാണുമ്പോഴും പേടിച്ച് വിറയ്ക്കുന്നു. പ്രാർത്ഥിക്കണ്ടേ നമുക്ക്? ദൈവവചനത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കേണ്ടേ? ഞാൻ കുറെ ഭാര്യ ഭർത്താക്കന്മാരെ പരിശോധിച്ച് പോയപ്പോൾ ഞാൻ ഓർക്ക് റബേക്ക, ഇസ്ഹാക്കിന്റെ ഭാര്യ റബേക്ക, യാക്കോബിന്റെ ഭാര്യയായിരിക്കുന്ന ലേയ, റാഹേൽ, അതിൽ ലേയയും റാഹേലുമാണ് ഇസ്രായേൽ ഗോത്രത്തെ പടുത്തുയർത്തിയെന്നുള്ള വചനം ദാവീദിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ദാവീദിന് കിട്ടിയ ഭാര്യയായിരുന്നു മീഖായേൽ. പക്ഷെ ദാവീദിന് കൂടെ നിന്നില്ല, അവൾ പരിഹസിച്ചു. ദാവീദ് ദൈവത്തെ ആരാധിച്ച് വരുമ്പോൾ അബീഗേൽ ദാവീദിന്റെ മറ്റൊരു ഭാര്യ. ഇങ്ങനെ ഓരോരുത്തരെ പോകുമ്പോൾ കിങ് സോളമൻ ഉത്തമയായ സ്ത്രീ ആര്, ഉത്തമയായ ഒരു ഭാര്യ ആർക്ക് കിട്ടും എന്നുള്ള ആ 31 സദൃശവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എത്രയോ സ്ത്രീരത്നങ്ങൾ നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവർത്തികളിലൊക്കെ. ആ യോഹന്നാന്റെ രണ്ട് യോഹന്നാനിലെ ആ നായികയായവളെ, നിങ്ങളുടെ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ നായികയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, നായകിയായവളെ എന്നുള്ള, ഇങ്ങനെ ആ തിക്നെസ് ആണ്, ആ ബന്ധത്തിന്റെ ആ കട്ടിയാണ്, ഉറപ്പാണ് സഭയും ദൈവവും യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉറപ്പ്. ക്രിസ്തുവാകുന്ന മണവാളന് സഭയാകുന്ന മണവാട്ടി. അവർ പിന്നെ രണ്ടല്ല. അവിടെ താഴ്മ, എളിമ, അനുസരണ, അച്ചടക്കം, പ്രാർത്ഥന, ഉപവാസം എല്ലാം അതിന്റെ ഭാഗമാണ്. കഴിയുന്നിടത്തോളം നാക്കെന്ന് പറയുന്ന വാളും എടുത്ത് ഉപയോഗിക്കാതിരിക്കുക, മൗനം പഠിക്കുക. അതുകൊണ്ട് നാക്കിന് അതിന് ജോഡി കൊടുത്തില്ലല്ലോ. നാക്കിന് ജോഡിയില്ല. എല്ലാത്തിനും ഉണ്ട് ജോഡി. അതിന് ജോഡിയില്ലെന്ന് മാത്രമല്ല, അതിനെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ എന്താ പറയുന്നത്, എരിഹോ കോട്ടയ്ക്കുള്ളിലെ പോലെയാ. ദന്ത ഗോപുരമാ, പല്ലിന്റെ കോട്ടയ്ക്കുള്ളിൽ. ആ ദന്ത ഗോപുരത്തിനകത്താണ് ആ നനവുള്ള ജലാശയത്തിൽ നാക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകാരിയായിരിക്കുന്ന ഒന്നാണ് നാക്ക്. കണ്ണിനൊന്നും അത്ര പ്രശ്നമില്ല,
കണ്ണടച്ച് പിടിച്ചിരിക്കാം. ഇന്നിപ്പൊ ഈ സമയത്ത് ഞാൻ ഈ മെസ്സേജ് ഒരുക്കിയപ്പോൾ എനിക്ക് പറയാനായിട്ട് എല്ലാവരോടും തോന്നി, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാൻ തോന്നിയത് ഉള്ളത് ഇതാണ്: കുടുംബജീവിതത്തെ ഭദ്രമാക്കാം. ഭാര്യയും ഭർത്താവും, ഭർത്താവ് പറഞ്ഞ ടിൽ ഡെത്ത്, മരണം വരെ പിരിയരുത്. നമ്മൾ നാട്ടുപുറത്തൊക്കെ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം കേട്ടിട്ടില്ലേ? ഒരു കശുവണ്ടി തോട് വിൽക്കുന്ന ഒരു വീട്ടിൽ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടു. അവിടെ പറങ്ങാണ്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെയൊക്കെ കശുവണ്ടി എന്ന് പറയും. ആ കശുവണ്ടി തൊണ്ട് വിൽക്കുന്ന വീടാണ്. ആ വീട്ടിലാണെങ്കിൽ കയറിയ ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഭയങ്കര വാടകയാണ്. ആ കൊച്ചിനെ എങ്ങാണ്ട് അടൂരൂന്ന് എങ്ങാണ്ട് ഉള്ള ഒരു വീട്ടിൽ, നല്ല പൈസ ഉള്ള ഒരു വീട്ടിൽ ഒരു കൊച്ചിനെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നു കയറിയപ്പോൾ തന്നെ ഈ കശുവണ്ടിയുടെ ചീഞ്ഞ വാടക കൊണ്ട് അമ്മ മൂക്ക് പൊത്തുന്നു, അപ്പൻ മൂക്ക് പൊത്തുന്നു. അവസാനം അമ്മ കൊച്ചിന്റെ അടുത്ത് ചെവി ചെതേച്ച് ഒരു മോളെ, 4-ാം ദിവസം ഞങ്ങൾ വിളിക്കാം, വിരുന്ന് വിളിക്കാൻ വരുമ്പോ അപ്പൊ നിനക്ക് ബുദ്ധിമുട്ട് ഒരു വിധത്തിൽ അടങ്ങി നിൽക്കാം, അങ്ങ് പോരാമെന്ന് പറഞ്ഞു. ഇവളോക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. 4-ാം ദിവസം ഈ അമ്മ കരഞ്ഞു കരഞ്ഞു, അന്ന് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ നിർവാഹമില്ലല്ലോ. അമ്മ കരഞ്ഞു 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 ഈ കൊച്ചിന്റെ അടുത്ത് വന്നു. കൊച്ചിന്റെ അടുത്ത് വന്നേച്ച് കയറിയ വന്നപ്പോഴേ ചോദിച്ചു, കുഞ്ഞെ എങ്ങനെയാ പോകാം, എന്തായി? അപ്പൊ പറഞ്ഞു, അയ്യോ അമ്മ അന്നേ ഉണ്ടായിരുന്നുള്ള അമ്മ, ഇപ്പൊ ഇവിടെ ഭയങ്കര മണവാ, നാറ്റമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികള് ആ ദൈവഭയത്തിലാണെങ്കിൽ ഗ്രാജുവലി അവർ ദൈവത്തിന് കീഴ്പ്പെട്ട്, ഭർത്താവിന് കീഴ്പ്പെട്ട്, ഭർത്തൃഗ്രഹത്തിന് കീഴ്പ്പെട്ട് ജീവിക്കും. ഇപ്പോഴത്തെ സ്ത്രീ ഇപ്പോഴത്തെ അങ്ങനെയല്ല. കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴേ പറയും, മോളെ അവിടെ ചെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചേച്ചാ മതി, മോനിങ്ങ് പോന്നേച്ചാ മതി എന്ന് പറയും. കാര്യം അതങ്ങനെയാ, ലോകം അങ്ങനെ മാറിപ്പോയി. ഒന്ന് സഹോദരന്മാരെയും സഹോദരിമാരെയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് എങ്കിലും ഇച്ചിരി ലോകവും കൂടി ഇതിന്റെ കൂടെ കടന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട ജീവിതമാണ്. ചിലര് പറയും കൂടുമ്പോഴുമ്പോ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതം. ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ളതെല്ലാം അങ്ങനെയല്ല. അങ്ങനെയല്ല. ഒരു മനസ്സുള്ള, പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറുള്ള, പരസ്പരം സഹായിക്കാൻ മനസ്സുള്ള, അഹങ്കാരമില്ലാത്ത, ഞാനാണ് വല്ല, എൻ്റെ കുടുംബമാണ് വല്ല, നിന്റെ കുടുംബം, അങ്ങനെ ഛേദനം കാണിക്കാത്ത, ആ ഒരു ദൈവ ഭയത്തിൽ വളരുന്ന, ദൈവാശ്രയത്തിൽ വളരുന്ന ഒരു കുടുംബജീവിതമാണ് ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ആ ദൈവത്തിന്റെ മണവാട്ടിയാക്കിയപ്പോൾ കണ്ട ആ ഒരു കാഴ്ച. പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ക്രിസ്തുവാകുന്ന മണവാളന്റെ മണവാട്ടിയായ സഭ, നാം ഓരോരുത്തരും അടങ്ങുന്ന സഭ. ആ സഭ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ നോട്ടം ഇപ്പൊ എങ്ങോട്ട് പോയി? നമ്മുടെ കണ്ണൊക്കെ ഇപ്പൊ എവിടെയാണ്? എന്ത് തേടിയാണ് നമ്മളിപ്പോ നടക്കുന്നത്? ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും വേണ്ടി അത് പോരെ? നമ്മൾ അതിലാണോ ഇന്നിപ്പോ തൃപ്തിപ്പെടുന്നത്? സ്ഥാനമാനങ്ങൾക്ക്, പ്രതാപത്തിന്, എന്തിനാ അവരെക്കാളും ഞാൻ ഏതൊരു ഉച്ചത്തിലാണെന്നുള്ള കാണിക്കാനുള്ള ഗോഷ്ഠിക്ക്, അങ്ങനെയൊക്കെയാണോ? ആലോചിക്കേണ്ടതാണിത്. നമ്മൾ ആരും, ഒരാൾ പോലും ഒരു വിധത്തിലുള്ള ഒരു അഹങ്കാര ചിന്തയില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലനുസരിച്ച്, അത് കുടുംബജീവിതമായാലും സഭാജീവിതമായാലും നമ്മളെ വളർത്തി ദൈവഹിതമുള്ളവരാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഇവിടെ നമ്മളുടെ കൂടെ ഇന്നിപ്പോ ഉള്ള കുഞ്ഞുമക്കൾ ആരും ഇന്നില്ല. എല്ലാവരും ഓൾമോസ്റ്റ്, ഞാൻ നമ്മുടെ മോനച്ചൻ പാസ്റ്ററിന്റെ മകനെ കുറിച്ചും മരുമകളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് പറയുന്ന കൂട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ, നല്ല ആൾക്കാരുണ്ടല്ലോ. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത്, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലോ എനിക്കറിയത്തില്ല. നമ്മുടെ രൂത്തിനെ പോലുള്ളവർക്ക് ഇന്ന് ഉണ്ടോ? എനിക്ക് സംശയമാണ്. ആ രൂത്തിനെയൊക്കെ ഇന്ന് കാണാനുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. ഭർത്താവ് മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, അമ്മായിയപ്പൻ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. വേണമെങ്കിൽ മടങ്ങിപ്പോകാം, പക്ഷെ പോകാതെ നിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ രൂത്ത് പിന്നെ ജീവിച്ചത് ആർക്ക് വേണ്ടിയാ?
അതുപോലൊരു മക്കളായി തീരുവാൻ നമുക്കൊക്കെ സാധിക്കുമോ? ഇനി നമ്മളുടെ തലമുറകൾക്ക് സാധിക്കുമോ? പണം എന്ന് പറയുന്ന മാമോൻ നമ്മളിൽ നിന്ന് ദൂരെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതിനായിട്ട് നമുക്കെല്ലാവർക്കും മുട്ടുമടക്കി ഈ നിമിഷം മുതൽ, ദൈവമേ, ഞാൻ നിലനിൽക്കുന്ന, ഞാൻ ജീവിക്കുന്ന, ഞാനിപ്പോ എത്ര കാലമെന്നറിയില്ല, എങ്കിലും അത്രയും കാലം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്റെ ഹിതപ്രകാരമുള്ള ജനം, അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ദേഹമായ, ഒരു മനസ്സോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇമ്പമുള്ള തലമുറകൾ അവിടെ ജനിച്ചു വളരുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ, ദൈവഹിതപ്രകാരം ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ മെസ്സേജ് ഇവിടെ ചുരുക്കുന്നു. സ്തോത്രം.